ഹായ് സുഹൃത്തുക്കളെ, നമ്മൾ കുറച്ച് നാൾ മുമ്പേ സഫേദ് മുസ്ലിം പൊന്നുള്ളിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിചാരിതമായിട്ട് നമ്മുടെ മൊബൈലിലേക്ക് പൊന്നുള്ളി വേണമെന്നും പറഞ്ഞിട്ട് ഒരാൾ മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ ഒന്ന് പറിച്ച് നോക്കാം എന്താ അവസ്ഥ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതായിരുന്നു. അപ്പോൾ ഇതാണ് പൊന്നുള്ളിയുടെ കിഴങ്ങ്. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ പോന്നിട്ടുള്ള ഒരു 4 പീസ് അങ്ങാണ്ടാണ് കിട്ടിയത്. ഒരു 110 റേഞ്ചിനങ്ങാണ്ട് ഒരെണ്ണം. അപ്പോൾ ഈ ചെടി ഉണ്ടായിരുന്നു. പൊന്നുള്ളി നാടൻ കോഴി തൃശ്ശൂരിൽ നിന്ന് ഒരുമിച്ച് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ പഴയ വീഡിയോകൾ പൊന്നുള്ളിയുടെ കിട്ടും. അപ്പോൾ അത് പറിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ ഇത്രയുണ്ട്. അതിൻ്റെ കൃഷി രീതിയും കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ഇതിൽ ഏറ്റവും വലുത് നോക്കി 2 എണ്ണം മാംഗ്ലൂരുള്ള ഒരു ചേച്ചിയാണ് ചോദിച്ചത്. അപ്പോൾ ഇത് 2 ബൾബ് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തന്ന ആളോട് ഞാൻ വില ചോദിച്ച സമയത്ത് ഒന്നിന് 110 എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ വിലയ്ക്ക് തന്നെ ഞാൻ ഇയാൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിൻ്റെ ഇലകൾ കണ്ടോ, ഇതുപോലെയാണ്. ഓർക്കിഡിൻ്റെ ഇല പോലെയാണ്, നിലപ്പനയുടെയും ഓർക്കിഡിൻ്റെ ഒക്കെ ഇല പോലെയാണ് ഇതിൻ്റെ ഇലയുള്ളത്. ഇത് ഞാൻ നോക്കുമ്പോഴേ ഒരു സമാധി സ്റ്റേജാണ്. കാരണം ഈ ഒരു മാർച്ച് മാസം, കുംഭമാസം പ്ലാന്റുകളൊക്കെ ഉണങ്ങി സമാധി സ്റ്റേജിലേക്ക് പോകുന്നൊരു സമയമാണല്ലോ. ഇതിപ്പോൾ ഇങ്ങനെ വൈക്കോല് പോലെ ആയിട്ടുണ്ട് ഇത്. അപ്പം ഞാനിത് റീപ്ലാന്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത്രയുണ്ട് നീളം. അപ്പോൾ ഇതെന്ന് പറഞ്ഞ് ശരിക്കൊരു ഔഷധ ചെടിയാണ്. ഞാൻ അന്വേഷിച്ചപ്പോൾ മലേഷ്യയിലൊക്കെ അവർ ഉള്ളിക്ക് വേണ്ടി മറ്റേ ഉള്ളിക്ക് പകരം ഇത് ഉപയോഗിക്കണമെന്ന് പറഞ്ഞത്. എന്താ പറയുക, സ്ത്രീകൾക്ക് വെള്ളപ്പോക്കിന് വേണ്ടിയിട്ടുള്ള ഇത് സൂപ്പ് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് എന്നാണ് പറയണത്. അതൊരു ഔഷധ സസ്യമാണ്. എന്തായാലും വേണ്ടവർ വേണമെങ്കിൽ വിളിച്ചോ. നമുക്കൊരു ഒരു 4-5 പീസ് ഓളം കൊടുക്കാനുണ്ട്. ഞാനൊരു ചട്ടിയിൽ ഒരു 4 എണ്ണം വെച്ച് നടുകയാണ്. കണ്ടോ, ഇങ്ങനെയാണ് ഇത്. നമ്മുടെ നാട്ടിലിത് പക്ഷേ റയറാണ്. 4 എണ്ണം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ പീസുകൾ വേറെ എവിടെയെങ്കിലുമൊക്കെ വെക്കാം. അവിടെ ഇരിക്കട്ടെ. ഇതിപ്പോൾ ഇങ്ങനെ ഇത് വന്നിട്ടുണ്ട്. നല്ല ചെളിമണ്ണ് പോലെയായി. എന്തായാലും വേണ്ടവർ വിളിച്ചോട്ടെ. അത് തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട റൂട്ടിൽ അമ്മാടത്തിനടുത്ത് കോടന്നൂരാണ് സ്ഥലം. നമുക്കിത് പോസ്റ്റലായിട്ടും അയച്ചു തരാൻ പറ്റും. അപ്പോൾ വേണ്ടവർ 94 95 55 13 37 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി. അരസാബോയുടെ പ്ലാന്റ് 50 രൂപയ്ക്ക് കൊടുക്കാനുള്ളതുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. സഫേദ് മുസ്ലി ഇരിക്കുന്നുണ്ട് അവിടെ. ഇത് സഫേദ് മുസ്ലിയാണ് കേട്ടോ. വേണമെങ്കിലൊന്ന് വിളിച്ചാൽ മതി. 94 95 55 13 37 949 555 1337. ഇത് സഫേദ് മുസ്ലിയാണ് കേട്ടോ. സഫേദ് മുസ്ലിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ തന്നെ ഗൂഗിളിൽ നോക്കി ഒന്ന് സെർച്ച് ചെയ്താൽ മതി.